ഒരേ സമയം 4 ഭാര്യമാർ. സംഭവം സിനിമയിലോ സീരിയലിലോ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയ വർക്കല താന്നിമൂട് സ്വദേശിയായ യുവാവിന്റെ തനി നിറമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരും പോലീസുമെല്ലാം. വർക്കല താന്നിമൂട് ഗുരുമന്ദിരത്തിന് സമീപം ലക്ഷം വീട്ടിൽ നിതീഷ് ബാബു എന്ന യുവാവിനെയാണ് പോലീസ് പിടികൂടിയത്. 5ാമത്തെ വിവാഹത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു ഇദ്ദേഹം. വർക്കല ചെറുന്നിയൂർ സ്വദേശിനിയായ യുവതിയെയാണ് ഇയാൾ 2014 ആദ്യം ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടി ഭർത്താവായി ചമഞ്ഞ് ഒപ്പം കൂടിയത്. കുറച്ചു നാളുകൾക്ക് ശേഷം വർക്കല ശ്രീനിവാസപുരം സ്വദേശിനിയോടൊപ്പവും പിന്നീട് വർക്കല സ്വദേശിനിയായ യുവതിയെയും നഗരൂർ സ്വദേശിനിയായ മറ്റൊരു യുവതിയെയും ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടി പ്രതി ഭർത്താവായി ചമഞ്ഞ് ഒപ്പം കൂടി. ഇങ്ങനെ ഒരേ സമയം 4 യുവതികളുടെ ഭർത്താവായി നടക്കവെയാണ് 5ാമതൊരു യുവതിയോടുള്ള ബന്ധം തുടങ്ങുന്നത്. നഗരൂർ സ്വദേശിനിയായ 4ാം ഭാര്യ അറിഞ്ഞതു മുതലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നതും സംഭവം പുറംലോകമറിയുന്നതും. ആറ്റിങ്ങലിലെ സ്വകാര്യ പണമിടപാടു സ്ഥാപനത്തിൽ യുവതി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. പ്രതിയും അതേ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. ഇവരുടെ സൗഹൃദം വളർന്ന് ഒടുവിൽ ഒരുമിച്ചു താമസിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പതിവ് പോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ വെച്ച യുവതിയുടെ കഴുത്തിൽ താലിയും കെട്ടി. തുടർന്ന് യുവതിയെ കൊണ്ട് പല സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് വൻ തുകകൾ ലോൺ എടുപ്പിക്കുകയും തന്ത്രപൂർവ്വം യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു. 2025 ജനുവരി 13 യുവതി ജോലി കഴിഞ്ഞ് മടങ്ങിവരവെ റോഡിൽ വെച്ച് പ്രതി യുവതിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ബലമായി പിടിച്ചുവലിച്ച് പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതായും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് വർക്കല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ വിവാഹ തട്ടിപ്പിൽ നിരവധി യുവതികൾ സമാനമായി ഇരയായിട്ടുണ്ടെന്നും ഒരു വിവാഹവും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുമുള്ള വസ്തുതകൾ മനസ്സിലാകുന്നത്. തുടർന്ന് പോലീസ് പ്രതിയുടെ വീട് വളഞ്ഞ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തട്ടിപ്പിനിരയായ യുവതികൾ പോലീസ് സ്റ്റേഷനിലെത്തി പണവും സ്വർണവും നഷ്ടപ്പെട്ട വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. 20 പവനോളം സ്വർണ്ണാഭരണങ്ങളും 8 ലക്ഷം രൂപയും പ്രതി കബളിപ്പിച്ചു കൈക്കലാക്കിയെന്ന് യുവതികൾ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. 2 യുവതികളുടെ പരാതിയിലാണ് ഇപ്പോൾ വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉണ്ടാവുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നിരവധി യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട്. വിശ്വാസവഞ്ചന, ബലാത്സംഗം, ഗാർഹിക പീഡനം തുടങ്ങി നിരവധി ക്രിമിനൽ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.